പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും പാതയിൽ പ്രകാശവുമാണെന്നാണ് സങ്കീർത്തനം 119:105 പറയുക. ഇന്ന് നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ വചനം നമ്മളുടെയും കാലിന് ദീപമായി പാതയിൽ പ്രകാശമായി കടന്നു പോകണമെന്നാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുക. വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം നമ്മളൊന്ന് എടുത്താൽ അതിൻ്റെ 1-ാമത്തെ വാക്യം പറയുന്നത് ഇങ്ങനെയാണ്: യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്നും കടന്നു വരികയാണ്. എന്നാൽ ആത്മാവ് യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുകയാണ്. 40 ദിവസത്തെ ഒരു മരുഭൂമി അനുഭവം യേശു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. നിങ്ങൾ ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ സ്നേഹിക്കരുത് എന്ന് യോഹന്നാൻ ശ്ലീഹ തൻ്റെ ആദ്യ ലേഖനത്തിൽ 1 യോഹന്നാൻ 2-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ നമ്മളെ ഓർമ്മിപ്പിക്കുമ്പോൾ ഈ ലോകത്തിൽ ദുരാശയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ ലോകത്തിലൂടെ നമ്മളുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുമ്പോൾ ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരു മരുഭൂമി അനുഭവത്തിൻ്റെ ഒരു കാലഘട്ടം തന്നെയാണ് നമ്മളുടെ മുമ്പിലും കാണാൻ പറ്റുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, മരുഭൂമി അനുഭവം യേശുക്രിസ്തുവിൻ്റെ മുമ്പിലേക്ക് അനുവദിച്ചു കൊടുക്കുന്നത് യേശു സ്വയം തിരഞ്ഞെടുത്തതായിരുന്നില്ല, മറിച്ച് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് മുന്നോട്ട് കൊണ്ടുപോയത്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായിരുന്നു യേശു എന്നാണ് ബൈബിള് പറയുക. ഫുൾ ഓഫ് ഹോളി സ്പിരിറ്റ്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്ന യേശു ക്രിസ്തു കടന്നു പോയത് എങ്ങോട്ടാണ്? മരുഭൂമിയിലേക്കാണ്. നമ്മൾ പഴയ നിയമം എടുത്താൽ ഇസ്രായേൽ ജനം വാഗ്ദത്ത ദേശത്തേക്കുള്ള യാത്ര, പുറപ്പാട് 13-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ പകൽ മേഘസ്തംഭമായും രാത്രി അഗ്നിസ്തംഭമായും കർത്താവ് അവരുടെ കൂടെ നടന്നുവെന്നാണ് ബൈബിൾ പറയുക. എന്ന് വെച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ആ യാത്രയിൽ ഇസ്രായേൽ ജനത്തെ നയിച്ചത്, മരുഭൂമിയിലേക്ക് നയിച്ചത്. എന്നാൽ മരുഭൂമിയിൽ വഴികാട്ടിയായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ ഈ ലോകത്തിൽ നമ്മൾ കടന്നു പോകുന്ന സകല മേഖലകളിലും നമ്മളെ നയിക്കേണ്ടത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയിരിക്കണം. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു ക്രിസ്തുവിനെ മരുഭൂമിയിലേക്ക് നയിക്കുമ്പോൾ അവിടെ ഒരു രൂപാന്തരീകരണത്തിൻ്റെ അവസ്ഥ പരിശുദ്ധാത്മാവ് നമ്മളെ കാണിച്ചു തരികയാണ്. അതുപോലെ ഒരു രൂപാന്തരീകരണം നമ്മുടെ ജീവിതത്തിലും കടന്നു വരണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുകയാണ്. ഇന്ന് നമ്മളിത് ഈ ഒരു വചനഭാഗം നമ്മളൊന്ന് ചിന്തിക്കുമ്പോൾ, അതായത് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്, 40 ദിവസം പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ട് യേശു ക്രിസ്തു മരുഭൂമിയിൽ കഴിഞ്ഞു. നമ്മൾ പഴയ നിയമം പരിശോധിക്കുകയാണെങ്കിൽ പുറപ്പാട് പുസ്തകം 34-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ മോശ 40 ദിവസവും 40 രാത്രിയും കർത്താവിനോട് കൂടെ സീനായി മലയിൽ കഴിഞ്ഞുവെന്നാണ്, ചിലവഴിച്ചുവെന്നാണ് ബൈബിള് പറയുക. ആ സമയത്തും മോശ ഭക്ഷിച്ചില്ല, പാനം ചെയ്തില്ല എന്ന് വളരെ കൃത്യമായി ബൈബിള് വ്യക്തമാക്കുന്നു. 40 ദിവസത്തെ ഒരു മരുഭൂമി അനുഭവം മോശയുടെ ജീവിതത്തിലൂടെ കടന്നു പോവുകയാണ്. വീണ്ടും നമ്മൾ 1 രാജാക്കന്മാർ 19-ാം അധ്യായം അതിൻ്റെ 8-ാമത്തെ വാക്യം എടുക്കുമ്പോൾ
ഏലിയ പ്രവാചകൻ 40 രാവും പകലും നടന്ന് കർത്താവിൻ്റെ മലയായ ഹോറേബിലെത്തിയെന്നാണ് വചനം വ്യക്തമാക്കുക. അപ്പം സൈന്യങ്ങളുടെ ദൈവമായ കർത്താവിനെ പ്രതി തീഷ്ണതയിൽ ജ്വലിക്കുന്ന ഏലിയായെയാണ് ഈ 40 ദിവസത്തെ മരുഭൂമി അനുഭവത്തിന് ശേഷം നമുക്ക് കാണുവാൻ പറ്റുക. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ദൈവത്തിൻ്റെ പദ്ധതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുമ്പിൽ 40 ദിവസത്തെ മരുഭൂമി അനുഭവം, അല്ലെങ്കിൽ ആ മരുഭൂമി അനുഭവത്തിലൂടെ ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ദൈവം കടത്തി വിടുകയാണ്. ഹല്ലേലൂയ. അത് വിളി ലഭിക്കുന്നതിന് മുമ്പുള്ള ഒരു പരിശീലനമാണ്. എന്ന് വെച്ചാൽ ദൈവിക പദ്ധതിയുടെ ഒരു തയ്യാറെടുപ്പ് ഇവരുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി വെക്കുകയാണ്. ഇവിടെ മോശയായാലും ഏലിയ ആയാലും യേശുവായാലും ദൈവം മരുഭൂമി അനുഭവത്തിലൂടെ കടത്തി വിടുന്നത് ഒരു പ്രത്യേക പദ്ധതിയിലേക്ക് കടന്നു പോകുവാനുള്ള ദൈവവിളിയുടെ ഭാഗമായിട്ടാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില 40 ദിവസത്തെയോ അല്ലെങ്കിൽ ചില മരുഭൂമി അനുഭവങ്ങളോ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ കടന്നു പോകുന്ന ചില പ്രതികൂലത്തിൻ്റെ നടുവിലോ നമ്മളെയും ദൈവം ഇതുപോലെ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കുവാൻ ഒരു ടെസ്റ്റിലേക്ക് നമ്മളെ വിടുകയാണ്, ഒരു പരീക്ഷയിലേക്ക് നമ്മളെ കടത്തി വിടുകയാണ്. ഈ പരീക്ഷ നമ്മൾ വിജയിച്ചാൽ, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അതൊരു അനുഗ്രഹമായ ദൈവിക പദ്ധതിക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്നതിന് തുല്യമായിരിക്കും. യേശുക്രിസ്തുവിനോട് സാത്താൻ 40 ദിവസം ആഹാരം കഴിക്കാതെ വിശന്നിരുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ വിശന്നു എന്ന് മനസ്സിലാക്കിയ സാത്താൻ വന്നിട്ട് എന്തു പറഞ്ഞു? ഈ കല്ല് അപ്പമാക്കുവാൻ കൽപ്പിക്കുക. ഹല്ലേലൂയ. നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകുവാൻ കൽപ്പിക്കുക. 40 ദിവസത്തെ ഉപവാസത്തിന് ശേഷം വിശന്നിരുന്ന യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ ശരീരത്തിന് ആഹാരം അനിവാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് സാത്താൻ ഒരു പ്രലോഭനം കൊണ്ടുവരുമ്പോൾ യേശുക്രിസ്തു ആ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് തൻ്റെ ഉള്ളിൽ വചനം മാംസം ധരിച്ചവൻ ആ വചനം പറഞ്ഞുകൊണ്ടാണ് ആ സാത്താൻ്റെ പ്രലോഭനത്തെ അതിജീവിക്കുക. എന്താണ് പറഞ്ഞത്? നിയമാവർത്തനം 8-ാം അധ്യായം 3-ാമത്തെ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് പറയുകയാണ്, അവിടുന്ന് നിങ്ങളെ എളിമപ്പെടുത്തുകയും വിശപ്പറിയാൻ വിടുകയും നിങ്ങൾക്കും നിങ്ങളുടെ പിതാക്കന്മാർക്കും അപരിചിതമായിരുന്ന മന്ന കൊണ്ട് നിങ്ങളെ സംതൃപ്തരാക്കുകയും ചെയ്തത് അപ്പം കൊണ്ട് മാത്രമല്ല, കർത്താവിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് മനുഷ്യൻ ജീവിക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുവാൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, യേശു പറഞ്ഞു, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത്, ദൈവത്തിൻ്റെ നാവിൽ നിന്നും പുറപ്പെടുന്ന വചനം കൊണ്ട്, വാക്കുകൊണ്ടാണ് എന്ന് യേശുക്രിസ്തു പറഞ്ഞ് ആ മേഖലകളെ എന്താ പറയുക, കട്ട് ചെയ്യുകയാണ്. അത് വചനം ഉള്ളിലുള്ളത് കൊണ്ട് മാത്രമാണ് ആ പ്രലോഭനത്തെ അതിജീവിക്കുവാൻ സാധ്യമായത്. ഇന്ന് നമ്മുടെ ഉള്ളിൽ വചനമുണ്ടോ? ഒരു പ്രതികൂലത്തെ നമ്മൾ നേരിടുന്ന ഒരു സമയത്ത് അതിനെ അതിജീവിക്കുവാൻ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ വചനമുണ്ടെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, ഒരിടത്തു പോലും നമ്മൾ തോറ്റുപോകത്തില്ല, ഒരിടത്തു പോലും നമ്മൾ വീണു പോകത്തില്ല. കാരണം നമ്മുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണെന്ന ബോധ്യം നമുക്കുണ്ടെങ്കിൽ, ഈ വചനം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് നമ്മളെ അനുഗ്രഹത്തിലേക്ക് നടത്തും. ഹല്ലേലൂയ. അതുകൊണ്ട് പൈശാചിക ശക്തികൾ ശരീരത്തിലൂടെ നമ്മളെ ആക്രമിച്ച് നമ്മളെ അശുദ്ധരാക്കുവാൻ ശ്രമിക്കും. എന്നാൽ ദൈവം നമ്മളെ ആത്മാവിനാൽ ഉയർത്തുമെന്നുള്ള ആ വലിയ ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. കാരണം ശരീരത്തെ നശിപ്പിക്കുവാൻ സാത്താൻ നമ്മുടെ മുമ്പിൽ തരുന്ന പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ വചനത്തോടുള്ള വിശപ്പ് നമുക്കുണ്ടെങ്കിൽ, ആ വചനം ആഹാരമാക്കുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ, ആ ആത്മീയമായ ഒരു വിശപ്പ് വളർത്തിയെടുക്കുവാൻ നമുക്ക് സാധിച്ചാൽ നമുക്ക് ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ പറ്റും. രണ്ടാമത്തെ മേഖല എന്ന് പറയുക അധികാരമാണ്, അതുമല്ലെങ്കിൽ ഈ ലോക മോഹങ്ങളാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത് എന്ന് നമുക്ക് മുന്നറിയിപ്പ് തരുന്നതിൻ്റെ കാരണം, ഈ പ്രതികൂലം നമ്മുടെ മുമ്പിൽ വരും. ലോകമോഹങ്ങൾ നമ്മളെ പ്രലോഭനത്തിലേക്ക് നടത്തും.
ഇതുകൊണ്ടാണ് ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം അതിൻ്റെ 5, 6, 7 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും നിമിഷ നേരം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ മുമ്പിൽ കാട്ടിക്കൊടുത്തിട്ട് പറയുകയാണ്, നീ എന്നെ ഒന്ന് കുമ്പിട്ട് ആരാധിക്കുകയാണെങ്കിൽ ഇതെല്ലാം ഞാൻ നിനക്ക് തരാം, ഇതെല്ലാം നിൻ്റേതാകും. പക്ഷേ എന്തു വേണം? ആരാധന സാത്താൻ ആവശ്യപ്പെടുകയാണ്. ഇത് നമ്മളോടും വളരെ കൃത്യമായി സാത്താൻ ആവശ്യപ്പെടും. ഇന്ന് ലോകം പല മതസൗഹാർദ്ദ വേദികളൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, മാനവ സൗഹാർദ്ദമാണ് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ. യേശുക്രിസ്തു മതം സ്ഥാപിച്ചിട്ടില്ല. അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ ഓർത്തു വെക്കുക. യേശുക്രിസ്തു അല്ലെങ്കിൽ ആ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ച ആശയങ്ങൾ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മുമ്പിൽ വെച്ചത് ഈ സത്യസഭയിലല്ലാതെ മറ്റൊരിടത്തും നമുക്കത് കാണുവാൻ പറ്റില്ല. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, ആരാധന ചോദിച്ച് സാത്താൻ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അതിനെ അതിജീവിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ടാകണം. യേശുക്രിസ്തു നിയമാവർത്തന പുസ്തകം 6-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം എടുത്തിട്ട് പറഞ്ഞു, എന്താണ്? നിങ്ങളുടെ ദൈവമായ കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ സേവിക്കുകയും ചെയ്യണമെന്ന് പറഞ്ഞ് ആ വചനം എടുത്തിട്ട് പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം, അവനെ മാത്രമേ പൂജിക്കാവൂ. ഇത് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നതാ. കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. കാരണം യേശു ഏക സത്യ ദൈവമാ. ഏക സത്യ ദൈവമെന്ന് പറഞ്ഞാൽ മറ്റൊരു ദൈവമില്ല ആരാധിക്കുവാൻ. അതുകൊണ്ട് മറ്റ് ആരാധന സാധ്യതകളിലേക്ക് നമ്മൾ കടന്നു പോയാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അത് 1-ാമത്തെ കൽപ്പനയുടെ ലംഘനമാകും. യേശു പറഞ്ഞു, നിൻ്റെ ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കാവൂ. ഇത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ എടുത്തു വെക്കണം. എല്ലാം ഒന്നാണെന്ന് പറയുന്ന ആ ഒരു തത്വം തെറ്റാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനത്തിൽ നിന്നും വ്യതിചലിച്ച് ഏതെങ്കിലുമൊക്കെ ഒരു തരത്തിൽ വിഗ്രഹാരാധന നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ സാത്താൻ്റെ തന്ത്രം വിജയിച്ച് നമ്മളുടെ ജീവിതം നാശമാകും, നഷ്ടമാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. അതുകൊണ്ട് സാത്താനെ ആരാധിച്ചാൽ നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കത്തില്ല. പക്ഷേ പണവോ പദവിയോ പ്രശസ്തിയോ ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. അത് താൽക്കാലികമാണ്. നിത്യജീവനിലേക്ക് കടന്നു പോകുവാനുള്ള ഒരവസരം നിങ്ങൾക്കവിടെ നിഷേധിക്കപ്പെടുകയാണ്. അതുകൊണ്ട് സത്യദൈവത്തെ ആരാധിക്കുന്ന ജനമായി നമ്മൾ മാറണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. 3-ാമത്തെ പരീക്ഷണമെന്ന് പറയുക, ദേവാലയത്തിൻ്റെ ഗോപുരത്തിൽ നിന്നും താഴേക്ക് ചാടുക. ഹല്ലേലൂയ. അപ്പം വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാം അധ്യായം 9, 10, 11 ദേവാലയ ഗോപുരത്തിൻ്റെ മുകളിൽ കൊണ്ട് നിർത്തിയിട്ട് സാത്താൻ യേശുക്രിസ്തുവിനോട് പറയുകയാണ്, ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക, നിന്നെ സംരക്ഷിക്കുവാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിൻ്റെ കാൽ കല്ലിൽ തട്ടാതെ അവൻ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നുമൊക്കെ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ. ഹല്ലേലൂയ. ഇവിടെ യേശുക്രിസ്തുവിൻ്റെ മറുപടി എന്താണ്? നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, വീണ്ടും നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം കോട്ട് ചെയ്തുകൊണ്ട് യേശുക്രിസ്തു സംസാരിക്കുന്നു, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത്. നമ്മുടെ ഉള്ളിൽ വചനമുണ്ടെങ്കിൽ നമ്മളോട് ഇതുപോലെ സംസാരിക്കാൻ വരുന്ന വ്യക്തികളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് അവരോട് നമുക്ക് സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാൻ പറ്റും. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യം, നമ്മളുടെ വിശ്വാസം വെറുമൊരു പ്രകടനമാകരുത്. നമ്മുടെ ആത്മീയത വെറുമൊരു പ്രദർശനവുമാകരുത്. മറ്റുള്ളവരെ കാണിക്കുവാൻ വേണ്ടി ആയിരിക്കരുത് നിങ്ങളുടെ വിശ്വാസം. ഹല്ലേലൂയ. ഇന്നത്തെ ആത്മീയതയെന്ന് പറയുക അത്ഭുതത്തിൻ്റെ പിന്നാലെ കടന്നു പോകുന്നത് കൊണ്ട്, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു വിശ്വാസം ഇന്നത്തെ കാലഘട്ടത്തിൽ ഉടലെടുക്കുന്നത് കൊണ്ട്, ക്രിസ്തീയത ഒരു പ്രകടനമായി ഇന്ന് ഈ സമൂഹത്തിൽ കാണുന്നത് കൊണ്ട്, പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വചനത്തിൻ്റെ പ്രസക്തി തിരിച്ചറിഞ്ഞ് വിനയത്തോടുകൂടി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഹല്ലേലൂയ. 3 തരത്തിലുള്ള പരീക്ഷണമാണ് യേശുക്രിസ്തു നേരിട്ടത്. ഈ 3 പരീക്ഷണങ്ങളെയും ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ട് യേശുക്രിസ്തു അതിജീവിക്കുകയാണ്. ഗോപുരത്തിൽ നിന്ന് താഴേക്ക് ചാടുക എന്ന് പറയുമ്പോൾ പുതിയ നിയമത്തിൽ ദേവാലയമെന്ന് പറയുക നമ്മളാണ്. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, 1 കൊരിന്ത്യൻസ് 3-ാം അധ്യായം 16, 17 വാക്യങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ആ ആലയം നിങ്ങളാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന ദേവാലയമാണ് എന്ന് സെൻറ്റ് പോൾ പറയുമ്പോൾ, ഈ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ ശരീരത്തിൽ ചെയ്യുന്ന ചില പാപങ്ങൾ,
എന്ന് വെച്ചാൽ ലൈംഗിക പാപങ്ങൾ നമ്മളെ ദൈവത്തിൻ്റെ ആ ഒരു സാന്നിധ്യത്തിൽ നിന്നും അകറ്റുമെന്ന് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊള്ളുക. ഇവിടെ ഒരു മരുഭൂമി അനുഭവം ആത്മീയതയുടെ വിജയമാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ പഴയ നിയമത്തിലേക്ക് കടന്നു പോയാൽ ഉൽപ്പത്തി 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ ആദത്തെ കാണുന്നുണ്ട്, ഏദൻ തോട്ടം കാണുന്നുണ്ട്, സമൃദ്ധി കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു വലിയ വീഴ്ച അതിൻ്റെ അവസാനം നമ്മൾ കാണുകയാണ്. എന്നാൽ ഈ ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവിടെ നമുക്ക് യേശുക്രിസ്തുവിനെ കാണുവാൻ പറ്റുന്നുണ്ട്. ഏദൻ തോട്ടത്തിന് പകരമായി ഒരു മരുഭൂമി നമുക്ക് കാണുവാൻ പറ്റുന്നുണ്ട്. സമൃദ്ധിക്ക് പകരമായി അവിടെ പട്ടിണിയാണ് നമ്മൾ കാണുക. പക്ഷേ അവിടെ വീഴ്ചയല്ല ഉണ്ടായത്, വിജയമാണ് ഉണ്ടായത്. പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, സെൻറ്റ് പോൾ 1 കൊരിന്ത്യൻസ് 15-ാം അധ്യായം അതിൻ്റെ 45-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞു വെച്ചു: ആദ്യ മനുഷ്യനായ ആദം ജീവനുള്ളവനായി തീർന്നു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. എന്നാൽ അവസാനത്തെ ആദം ജീവദാതാവായ ആത്മാവായിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഉൽപ്പത്തി 3 നിങ്ങൾ ഓർത്തുകൊള്ളുക, ആദമുണ്ട്. 4-ാമത്തെ അധ്യായം ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശുവുണ്ട്. ഇവിടെ ഏദൻ തോട്ടമാണെങ്കിൽ ഇവിടെ മരുഭൂമി, ഇവിടെ സമൃദ്ധിയാണെങ്കിൽ ഇവിടെ പട്ടിണി, ഇവിടെ തോൽവിയാണെങ്കിൽ ഇവിടെ വിജയം. അതുകൊണ്ട് യേശുക്രിസ്തുവിലൂടെ ഒരു പുതിയ തുടക്കം. യേശുക്രിസ്തു എങ്ങനെയാണോ പ്രലോഭനങ്ങളെ അതിജീവിച്ച്, എങ്ങനെയാണോ സാത്താൻ്റെ തന്ത്രത്തെ അതിജീവിച്ച് മുന്നോട്ട് കടന്നു പോയത്, അത് ദൈവത്തിൻ്റെ വചനത്തിൽ ആശ്രയിച്ച് വചനം സംസാരിച്ചിട്ടാണെങ്കിൽ ഇന്ന് ആ വചനത്തെ നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കുവാൻ നമുക്ക് സാധിക്കണം. അതുകൊണ്ട് 5 കാര്യങ്ങൾ ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ വെക്കുകയാണ്. 1, നമ്മുടെ ശരീരത്തെ നമ്മൾ നിയന്ത്രിക്കണം. ഹല്ലേലൂയ. ഗലാത്യലേഖനം 5:24 സെൻറ്റ് പോൾ പഠിപ്പിച്ചില്ലേ, യേശുക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളെയും മോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ഇന്ന് നമ്മുടെ ശരീരത്തെ ഏതെങ്കിലും തരത്തിൽ നശിപ്പിക്കുവാൻ സാത്താൻ കൊണ്ടുവരുന്ന എല്ലാ ജഡത്തിൻ്റെ വ്യാപാരങ്ങളെയും അതിൻ്റെ മോഹങ്ങളോടും വികാരങ്ങളോടും ചേർത്ത് വെച്ച് ക്രൂശിക്കണമെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുകയാണ്. പോയിന്റ് നമ്പർ 1, ശരീരത്തെ നിയന്ത്രിക്കണം. അത് മദ്യപാനത്തിൻ്റെ മേഖലകൾ കടന്നു വരാം, ഏതെങ്കിലും ലൈംഗിക പാപങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്ന പോണോഗ്രാഫി ആകാം, മാസ്റ്റർബേഷനാകാം, അഡൾട്ടറി ആകാം, ചീത്ത വാക്കുകൾ നമ്മുടെ നാവിലൂടെ പറയുന്നതാകാം. എന്തുമാകട്ടെ, ഈ കാലഘട്ടം നിങ്ങൾ ഓർത്തു വെച്ചുകൊള്ളുക, ശരീരത്തെ നിയന്ത്രിക്കണം. 2, ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 4:4 ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമൊക്കെ യേശുക്രിസ്തു പറയുന്നുണ്ട്, അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് ദൈവത്തിൻ്റെ അധരത്തിൽ നിന്നും പുറപ്പെടുന്ന വാക്കുകൊണ്ടും വചനം കൊണ്ടുമാണെന്ന് പറയുമ്പോൾ ഈ വചനം നമ്മുടെ നെഞ്ചോട് ചേർത്ത് പിടിക്കണം. ഈ വചനം മാംസം ധരിച്ച് യേശുക്രിസ്തുവിനെ ധരിക്കുന്ന ഒരു അനുഭവം നമുക്കുണ്ടായാൽ പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, അനുഗ്രഹത്തിലേക്ക് കടന്നു പോകുവാൻ നമുക്ക് സാധിക്കും. 3, ആരാധന പുനഃസ്ഥാപിക്കണം. ഇന്ന് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, യേശുക്രിസ്തുവിനെ ആരാധിക്കുന്ന ആ ബലിയിലേക്ക് നമുക്ക് കടന്നു വരാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, ഒന്ന് കുമ്പസാരിക്കുവാനോ യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഏറ്റെടുക്കുവാനോ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ, പ്രിയപ്പെട്ട സഹോദര സഹോദരി, ആരാധന പുനഃസ്ഥാപിക്കുവാനുള്ള സമയമായി. ഹല്ലേലൂയ. സമറിയാക്കാരി സ്ത്രീയോട് യോഹന്നാൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 23-24 വാക്യങ്ങളിൽ യേശു പറയുന്നുണ്ട്, യഥാർത്ഥ ആരാധകർ ആത്മാവിലും സത്യത്തിലും പിതാവിനെ ആരാധിക്കുന്ന സമയം വരുന്നു. അല്ല, അതിപ്പോൾ തന്നെ ആണ്. യഥാർത്ഥത്തിൽ അങ്ങനെയുള്ള ആരാധകരെയാണ് പിതാവ് അന്വേഷിക്കുന്നത്. ദൈവം ആത്മാവാണ്. ആത്മാവായ ദൈവം അവിടുത്തെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ദൈവത്തെ ആരാധിക്കണമെന്ന് ആഗ്രഹിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആരാധനയിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ആരാധന പുനഃസ്ഥാപിക്കണം. യേശുക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങളെ സ്വീകരിച്ച് പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കണം. ഹല്ലേലൂയ. 4, എളിമയുള്ളവരായി, താഴ്മയുള്ളവരായി, വിനയമുള്ളവരായി ദൈവസന്നിധിയിൽ നമ്മൾ കാണപ്പെടണം. കാരണം നമ്മളെ കാണുന്ന വ്യക്തികൾ യേശുവിനെ കാണുവാനുള്ള ഒരു സാധ്യത. അതായത് സെൻറ്റ് പോൾ 1 കൊരിന്ത്യൻസ് 11:1 പറയുന്നുണ്ട്, ഞാൻ യേശുക്രിസ്തുവിനെ അനുകരിച്ചതുപോലെ നിങ്ങൾ എന്നെ അനുകരിക്കുവിൻ. അതായത് സെൻറ്റ് പോൾ യേശുക്രിസ്തുവിനെ അനുകരിച്ച് മറ്റൊരു ക്രിസ്തുവായി മാറിയെങ്കിൽ
നമ്മളുടെ ജീവിതത്തിൽ മറ്റൊരു ക്രിസ്തുവാകുവാൻ ദൈവം നമ്മളെ വിളിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, വിനയം, അത് യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ താഴ്മയുള്ളവരായിരിക്കുവിൻ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. നമ്മളെ ഉയർത്തേണ്ടത് യേശുക്രിസ്തുവാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ മുമ്പിൽ താഴ്മയുള്ളവരായിരിക്കുമെന്ന് വചനം വ്യക്തമാക്കുന്നു. 5-ാമതായി, സാത്താനെ നമ്മൾ ജയിക്കണം. എല്ലാ പ്രലോഭനങ്ങളും അതിജീവിച്ചുകൊണ്ട് യേശുക്രിസ്തുവിൽ നിന്നും സാത്താൻ നിശ്ചിത സമയത്തേക്ക് വിട്ടുപോയി എന്ന് 4:13 ലൂക്കോസിൻ്റെ സുവിശേഷം പഠിപ്പിക്കുന്നത് പോലെ നമ്മൾ സാത്താനെ ജയിക്കണം. പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ നമ്മിൽ നിന്നും ആ പ്രലോഭനങ്ങൾ അവസാനിച്ച് സാത്താൻ വിട്ടുപോകും. അതിന് ദൈവത്തിന് വിധേയരാകണം, പിശാചിനെ ചെറുത്തു നിൽക്കണം. അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി അകന്നുകൊള്ളുമെന്നാണ് യാക്കോബ് 4:7 വചനം വ്യക്തമാക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഒഴിവാക്കേണ്ട മേഖലകളെ നമ്മൾ ഒഴിവാക്കണം. ഉപവാസവും പ്രാർത്ഥനയും സാത്താനിക മണ്ഡലങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രതികൂലങ്ങളെ ഒഴിവാക്കുവാൻ അത് സാധ്യമാണ്. ആ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമൊക്കെ നമ്മൾ കടന്നു പോകുന്ന ഈ ഒരു കാലഘട്ടം ഒരു അനുഗ്രഹത്തിലേക്ക് നമ്മളെ നയിക്കും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തിരം എല്ലാ മേഖലകളിലും പൂർണ്ണ വിജയം കൈവരിക്കുവാൻ നമുക്ക് സാധിക്കും എന്ന് റോമാലേഖനം 8:37 സെന്റ് പോൾ പറയുകയാണ്. നമ്മളെ സ്നേഹിച്ചത് യേശുക്രിസ്തുവാ, നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചത് യേശുക്രിസ്തുവാ, നമുക്ക് വേണ്ടി നമുക്ക് പകരമായി, നമ്മൾ മരിക്കേണ്ടതിന് പകരമായി ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുവെങ്കിൽ ഇതുപോലെ നമ്മളെ സ്നേഹിച്ചത് മറ്റാരാണ്? അതുകൊണ്ട് നമ്മെ സ്നേഹിച്ച യേശുക്രിസ്തു മുഖാന്തിരം നമ്മൾ പൂർണ്ണ വിജയം കൈവരിക്കും. കാരണം യേശുക്രിസ്തു വിജയിച്ചു, സാത്താൻ്റെ തലയെ തകർത്തു. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ ജനമേ, ഈ ഒരു സമയം ക്രിസ്തുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചുവെങ്കിൽ ആ സമയത്ത് ആ പ്രലോഭനങ്ങളെ അതിജീവിച്ച് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടുകൂടിയാണ് യേശുക്രിസ്തു പുറത്തു വരുന്നത് നമ്മൾ കാണുക. ലൂക്കോസിൻ്റെ സുവിശേഷം 4-ാമത്തെ അധ്യായം അതിൻ്റെ 14-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടി ഗലീലയിലേക്ക് പുറപ്പെട്ടു. അതുകൊണ്ട് നമ്മളായിരിക്കുന്ന സ്ഥലത്ത് നമ്മളും പ്രലോഭനങ്ങളെ അതിജീവിച്ച് കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഒരു ശക്തി, നമ്മൾ തുടങ്ങിയത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ടാണ് യേശുക്രിസ്തു ജോർദാനിൽ നിന്നും കടന്നു വന്നത്. എന്നാൽ പ്രലോഭനങ്ങളെ അവസാനിച്ച് സാത്താൻ വിട്ടുപോയി കഴിഞ്ഞപ്പോൾ ശക്തി പ്രാപിച്ചു. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായാലും സമറിയായാലും ജെറൂസലേമിലുമൊക്കെ ദൈവത്തിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സാക്ഷിയാകുവാൻ നമുക്ക് സാധിക്കും. ഇവിടെ ദൈവത്തിൻ്റെ ജനമേ, ഈ ശക്തിയിലേക്ക് നമ്മൾ കടന്നു വരണമെങ്കിൽ ഈ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനുള്ള കരുത്ത് നമുക്ക് ദൈവത്തിൻ്റെ വചനത്തിലൂടെ ലഭ്യമാകുമ്പോഴാണ്. അതുകൊണ്ട് ഈ ഒരു സമയം നമ്മൾ ഇങ്ങനെയൊന്ന് ചിന്തിക്കുക, നമ്മുടെ ശരീരത്തെ നമുക്ക് നിയന്ത്രിക്കുവാൻ, നമുക്ക് ആത്മാവിലൊന്ന് വ്യാപരിച്ച് വചനത്തിലൊന്ന് നിറഞ്ഞ് കൃപയിൽ ജീവിക്കുവാൻ, എളിമയിൽ ജീവിക്കുവാൻ, പരസ്പരം സ്നേഹിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കണം. അതിനുവേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്, അതിനുവേണ്ടിയാണ് നമ്മുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കേണ്ടത്. നമുക്കൊന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്ന് കണ്ണുകളെ അടച്ച് ഈ കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിസ്തു കടന്നുപോയ വഴികളിൽ, ആത്മാവ് നയിച്ചുകൊണ്ടുപോയ വഴികളിൽ യേശുക്രിസ്തു കൃത്യമായി വചനം ഉപയോഗിച്ച് സാത്താനെ പ്രതിരോധിച്ചു. ഇന്ന് നമ്മൾ ഈ ലോകത്തായിരിക്കുമ്പോൾ, ഇന്ന് ഈ ലോകത്തെ കൺട്രോൾ ചെയ്യുന്നത് സൈറ്റനാണ്. നമ്മളെ കൺട്രോൾ ചെയ്യുവാൻ സാത്താൻ അനുവാദം കൊടുക്കരുത്. ദൈവത്തിന് വിധേയരായി, ദൈവവചനത്തിന് വിധേയരായി, പരിശുദ്ധാത്മാവിനോട് സഹായം ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നിത്യതയുടെ അഭിഷേകം സ്വീകരിക്കുവാൻ, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി സ്വീകരിക്കുവാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവേ, കേട്ട വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ ഓരോരുത്തരെയും അത് ഉള്ളിലേറ്റെടുത്തുകൊണ്ട് അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ മാതാവേ, സകല വിശുദ്ധന്മാരും ഇന്ന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് ഞങ്ങൾ ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. നിത്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ. ആമേൻ.